Hi, good morning friends. I am Shyam lecturer in mathematics, Majlis Polytechnic College. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഇന്റഗ്രേഷൻ എന്ന ചാപ്റ്ററിലെ ഒരു വ്യത്യസ്തമായ പ്രോബ്ലവുമായിട്ടാണ്. അത് ഏതാണ്? നമ്മുടെ പ്രോബ്ലം ഇതാണ്: ഇവാലുവേറ്റ് ഇന്റഗ്രൽ കോസ് 3x കോസ് 2x dx. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് ഇന്റഗ്രൽ കോസ് ax ഇൻറ്റു കോസ് bx dx എന്നുള്ള ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്. അതായത് കോസ് a കോസ് b എന്ന ഫോർമുല എന്താണെന്ന് അറിയണം. എന്താണ് കോസ് എ കോസ് ബി? 1/2 ഇൻറ്റു കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി. ഇതാണ് ഫോർമുല. അപ്പോൾ ഇവിടെ എയുടെ സ്ഥാനത്ത് 3x ആണ്, ബിയുടെ സ്ഥാനത്ത് 2x ആണ്. അപ്പോൾ നമ്മൾ ഫോർമുല എങ്ങനെ അപ്ലൈ ചെയ്യണം? ആ തന്ന ക്വസ്റ്റ്യൻ എടുത്ത് എഴുതി ഇൻ്റഗ്രൽ 1/2 ഇൻറ്റു ബ്രാക്കറ്റ് കൊടുത്താൽ ഇൻറ്റു എന്നാണ് കോസ് എ പ്ലസ് ബി എന്നാണ്. എ എന്ന് പറഞ്ഞാൽ 3x പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 2x പ്ലസ് കോസ് എ മൈനസ് ബി എന്നാണ്. അപ്പോൾ കോസ് 3x മൈനസ് 2x ഇൻറ്റു ഡി എക്സ്. ദാറ്റ്സ് ഈക്വൽ ടു, ഈ ഇൻ്റഗ്രലിൽ കോമൺ ആയിട്ട് വരുന്ന കോൺസ്റ്റന്റ് എന്താണ്? 1/2. 1/2 ഔട്ട്സൈഡ് എടുത്തു. ഇൻ്റഗ്രൽ കോസ് 3x പ്ലസ് 2x കോസ് 5x പ്ലസ് കോസ് 3x മൈനസ് 2x കോസ് x dx. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ ഇൻ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ കോസ് 5x dx പ്ലസ് ഇൻ്റഗ്രൽ കോസ് x dx. നെക്സ്റ്റ് സ്റ്റെപ്പിൽ 1/2 ഇൻറ്റു, ഇത് ഏത് ഫോർമുലയിലാണ് ഇൻ്റഗ്രൽ? ഇൻ്റഗ്രൽ കോസ് ax പ്ലസ് ബി ഫോർമാറ്റിലാണ്. എയുടെ സ്ഥാനത്ത് 5 ആണ്, എക്സിൻ്റെ സ്ഥാനത്ത് x തന്നെയാണ്, ബിയുടെ സ്ഥാനത്ത് 0 ആണ്. അപ്പോൾ കോസിൻ്റെ ഇൻ്റഗ്രൽ എന്താണ് വരിക? സൈൻ. അപ്പം കോസ് 5xൻ്റെ ഇൻ്റഗ്രൽ എന്തായിരിക്കും? സൈൻ 5x ഡിവൈഡഡ് ബൈ 5. എയുടെ സ്ഥാനത്ത് 5 ആണ്, അതാണ് ഡിവൈഡഡ് ബൈ 5 പ്ലസ് കോസ് എക്സിന്റെ ഇന്റഗ്രൽ സൈൻ എക്സ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, പ്ലസ് ആർബിട്രറി കോൺസ്റ്റന്റ് സി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ 1/2 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 ഇൻറ്റു സൈൻ 5x സൈൻ 5x, 2 ഇൻറ്റു 5 10 പ്ലസ് 1 ഇൻറ്റു സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 2 പ്ലസ് സി. ഇങ്ങനെ ഈ പ്രോബ്ലം വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാം. ഇതുപോലെ മറ്റു ഫോർമുലകളും കൂടി നിങ്ങൾ പഠിക്കുക. അതായത് ആദ്യം സൈനും രണ്ടാമത് കോസും ആണെങ്കിൽ സൈൻ എ കോസ് ബി എന്നുള്ള ഫോർമുല, അതുപോലെ ആദ്യം കോസും രണ്ടാമത് സൈനും ആണെങ്കിൽ കോസ് എ സൈൻ ബി എന്നുള്ള ഫോർമുല, അതുപോലെ രണ്ടും സൈൻ ആണെങ്കിൽ സൈൻ എ സൈൻ ബി. ഇങ്ങനെ 4 വ്യത്യസ്ത ഫോർമുലകൾ ഉണ്ടാവും. ഈ 4 വ്യത്യസ്ത ഫോർമുലകളിൽ ഏതെങ്കിലും ഒന്നാണ് എക്സാമിന് സാധാരണ ചോദിക്കുക. അപ്പോൾ എല്ലാവരും ആ 4 ഫോർമുല നന്നായി പഠിച്ചു വെക്കുക.